അരുൺ കൊടുങ്ങൂർ കൂടി ചേരുകയാണ്. അരുൺ, 9 ദിവസം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ അർജുന്റെ ട്രക്ക് നദിക്കടിയിൽ തന്നെയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി വരുന്നത്. ട്രക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ എത്രത്തോളം ദുഷ്കരമാണ് എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. കാരണം ഈ മണ്ണിനടിയിൽ പുതഞ്ഞു പോയിരിക്കുന്ന നിലയിൽ തന്നെയായിരിക്കണം. ശക്തമായ ചെളിയും മണ്ണുമാണ് ഇതിന്റെ പുറത്തേക്ക് പതിച്ചിരിക്കുന്നത്. ട്രക്ക് പുറത്തെടുത്താൽ മാത്രമേ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി ഈ തിരച്ചിൽ ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് കേന്ദ്രീകരിച്ചാണ് നാവികസേന ഉദ്യോഗസ്ഥരടക്കം തിരച്ചിൽ നടത്തുന്നത്. കാലാവസ്ഥ പലപ്പോഴും പ്രതികൂലവും ആകുന്നുണ്ട്. ഇന്നുകൊണ്ട് തന്നെ ഈ ട്രക്ക് പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതിലൊരു ഉറപ്പ് അവർ നൽകുന്നുണ്ട്. തുടക്കത്തിലുണ്ടായ ആ കുറ്റകരമായ അനാസ്ഥ, കുറ്റകരമായ വീഴ്ച തന്നെയാണ് ഈ ഒരു രക്ഷാദൗത്യം ഈ 9 നാൾ നീളാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഏറ്റവും ഒടുവിൽ ഈ 9 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഏറ്റവും ശുഭകരമായ വാർത്ത, അർജുൻ അരികിലേക്ക് ഈ തിരച്ചിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത. അത് കർണാടക അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ജില്ലാ എസ്.പിയും ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായിരുന്നു തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന. കരയിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇത്തരത്തിൽ നദിയിലേക്കുള്ള ഒരു പരിശോധന ആ സമയങ്ങളിലൊന്നും തന്നെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സംയുക്ത സൈന്യത്തിന്റെ നേതൃത്വം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു വിവരം കണ്ടെത്തിയിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് തന്നെയാണ് ഇതെന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സാങ്കേതിക സഹായത്തോടെ ഒരു പരിശോധനയായിരുന്നു ഇവിടെയെല്ലാം തന്നെ നടത്തിയിരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടതും ചെയ്തത്. എന്തായാലും വിശദമായ ഒരു പരിശോധന കരയിലും അതോടൊപ്പം തന്നെ നാവികസേനയുടെ നേതൃത്വത്തിലും എല്ലാം തന്നെ സംയുക്തമായുള്ള ഒരു പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രമുഖരായ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എസ്.പിയും എം.എൽ.എയും എല്ലാം തന്നെ സ്ഥലത്ത് ഉണ്ട്. എന്തായാലും വിശദമായ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. സ്കൂബ ടീം പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന തന്നെയാണ് ഇവിടെ നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക്, കാത്തിരിപ്പിന്റെ ഒരു വലിയ മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. എന്തായാലും അർജുന്റെ വരവും കാത്ത ഒരു കുടുംബം കോഴിക്കോട് കാത്തിരിക്കുക തന്നെയാണ്. നിസ്സഹായ അവസ്ഥയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വലിയൊരു ആശങ്കയിലൂടെ ആ കുടുംബം ഇവിടെ കാത്തിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത, 9 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഈ നിർണായക നിമിഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 9 ദിവസവും അല്ലെങ്കിൽ 8 ദിവസവും കര കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയായിരുന്നു. വിശദമായ മണ്ണ് മാറ്റി പൂർണ്ണമായും കരയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് പൂർണ്ണമായും മാറ്റിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിലുള്ള മറ്റു സാധ്യതകളിലേക്ക് പോയത്. അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു കരയിൽ പരിശോധന നടത്താനായി ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈ ലോറിയുടെ സിഗ്നൽ കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ GPS സംവിധാനം ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ കിട്ടി എന്നതും, അതോടൊപ്പം തന്നെ അർജുന്റെ ഫോൺ ഓണായി എന്നുള്ള ഈ 2 കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കര കേന്ദ്രീകരിച്ച് പറയുന്നത്. എന്തായാലും രാത്രിയിലും ഈ രക്ഷാ ദൗത്യം തുടരാനുള്ള തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിലവിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ കർണാടക സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ട്രക്ക് അർജുന്റേത് തന്നെ ഇവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തായാലും അത് കണ്ടെത്താനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് തന്നെ പോവുകയാണ്. എന്തായാലും ഇതിന് തൊട്ടു താഴെ തന്നെ, ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ട് താഴെ തന്നെ 20 മീറ്റർ അകലെ തന്നെ ഈ ഒരു ട്രക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് കൃത്യമായ സിഗ്നൽ പരിശോധനയിലൂടെ കിട്ടിയിരിക്കുന്നു. ഇവിടെ സ്കൂബ ടീം പരിശോധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നു. ട്രക്ക് പുറത്തെടുക്കാനുള്ള നീക്കം തന്നെയാണ്. വേഗത്തിൽ മണ്ണ് നീക്കിക്കൊണ്ട് എത്രയും വേഗം തന്നെ കാലാവസ്ഥ പ്രതികൂലമാകുന്നതിന് മുമ്പ് തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് ദ്രുതഗതിയിലുള്ള ഒരു കാര്യങ്ങൾ തന്നെ ഇവിടെ നടക്കുകയും ചെയ്യുന്നു. എന്തായാലും സ്കൂബ ടീം അടക്കം പുഴയിലിറങ്ങി കൂടുതൽ സംഘാംഗങ്ങൾ പുഴയിലേക്ക് എത്തിക്കൊണ്ടുള്ള ഒരു മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അതിവേഗത്തിൽ, ശരവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഉണ്ട്. എന്തായാലും ട്രക്ക് കരയിൽ നിന്നും 20 മീറ്റർ അകലെ എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വിവരം തന്നെയാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ജില്ലാ പോലീസ് മേധാവി കൂടി ഈ കാര്യം സ്ഥിരീകരിച്ച സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ബെൻസ് ലോറി തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്നുള്ള കാര്യം കാർവാർ എസ്.പി കൂടി ഇപ്പോൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും രക്ഷാ ദൗത്യത്തിന്റെ 9ാം നാളാണ് ഈ ശുഭകരമായ ഒരു വാർത്തയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. എന്തായാലും തുടക്കത്തിലുണ്ടായ കുറ്റകരമായ വീഴ്ച, കുറ്റകരമായ അനാസ്ഥ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ചയാണ് ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത്. ശക്തമായ ഇടപെടൽ ഉണ്ടായതിനു ശേഷം മാത്രമായിരുന്നു ഈ ഒരു പരിശോധനകൾ
കൃത്യമായ രീതിയിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടുള്ള പരിശോധനകൾ, ശാസ്ത്രീയ വശങ്ങൾ കൂടുതലായി പഠിച്ചതിന് ശേഷം, ശാസ്ത്രീയ സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു പരിശോധനകളൊക്കെ തന്നെ നടത്താനെല്ലാം തന്നെ ഇവർ തീരുമാനിക്കുകയും ചെയ്തത്. എന്തായാലും ഏറ്റവും നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വാർത്ത കേൾക്കാനായി തന്നെ കാത്തിരിക്കുകയാണ്. അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നു. NDRFന്റെ 4 യൂണിറ്റ് ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഗംഗാവാലി നദിയിൽ ലൊക്കേറ്റ് ചെയ്ത പ്രദേശങ്ങൾ ട്രക്ക് ആ ഒരു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നു. ട്രക്ക് അർജുന്റേതെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ അർജുൻ ഓടിച്ച ഭാരത് ബെൻസ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചത് കർണാടക സർക്കാർ തന്നെയാണ്. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിവരങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ശരി അരുൺ, എന്തായാലും ട്രക്ക് അർജുന്റേത് തന്നെ എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് വന്നിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി തുടർ തിരച്ചിലുകൾ, തുടർ പരിശോധനകളാണ് നടത്തേണ്ടത്. ഈ ട്രക്ക് എങ്ങനെയും കരയിലേക്ക് എടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും അവിടെ തിരച്ചിൽ നടത്തുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അപ്രതീക്ഷിതമായി നദിയിൽ വെള്ളം പൊങ്ങുകയും ഇതിന്റെ മറുകരയിലുള്ള കുറച്ച് വീടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുകയും അവിടെ നിന്നും ഒരു സ്ത്രീ ഒഴുകിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അത് കണ്ടെത്തിയത് ദിവസങ്ങൾ കഴിഞ്ഞ് 10 കിലോമീറ്ററിന് അപ്പുറേ നിന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ അർജുൻ ഇറങ്ങിയിരിക്കാം എന്ന് കരുതുന്ന ചായക്കടയിൽ നിന്നുമുള്ള 2 പേരെയും കൂടെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ നഷ്ടമായ മനുഷ്യജീവനുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും തിരച്ചിലും കൂടെ നടത്തേണ്ടതുണ്ട്. അത് ഈ പുഴയുടെ മുകൾ ഭാഗത്ത് തന്നെ ആയിരിക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിൽ ഇങ്ങനെയൊരു തിരച്ചിൽ കൂടി നടത്തുന്നത്? അരുൺ, കേൾക്കുന്നുണ്ടോ? സാധ്യതകളും ഈ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ആ ലോറി കണ്ടെത്തുക, ലോറി പുറത്തേക്ക് എടുക്കുക എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ശ്രമകരമായ ദൗത്യം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നദിയിൽ ഇറങ്ങി സ്കൂബ ടീം പരിശോധന നടത്തുന്നു. NDRFന്റെ 4 അംഗ സംഘം ഇവിടെ കൃത്യമായ രീതിയിലേക്ക് പരിശോധന നടത്തുന്നു. പക്ഷെ ഇവിടെയൊക്കെ തന്നെ വെല്ലുവിളിയായി നിൽക്കുന്നത് അതിശക്തമായ ഒരു മഴ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി. കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിലനിൽക്കുക കൂടിയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. നാവികസേനയുടെ വിദഗ്ധരായ സംഘം ഈ ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുക തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഈ കൃത്യമായി ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ പുറത്തെത്തിക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് ഗംഗാവാലി പുഴയിലുള്ളത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അദ്ദേഹം ദൗത്യ സംഘം ഈ ലോറിക്ക് അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെളി മൂടിയ നിലയിലാണ് ഈ ലോറി ഉള്ളത്. 20 മീറ്റർ അകലെ, കരയിൽ നിന്നും 20 മീറ്റർ അകലെ 15 മീറ്റർ അടിയിലേക്കാണ്, താഴെയിലേക്കാണ് ഈ ലോറി ചെളിയിൽ കിടക്കുന്നത്. ആ ലോറി കണ്ടെത്താനുള്ള ഒരു ശ്രമങ്ങൾ, അത് ഉയർത്താനുള്ള ഒരു ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആശങ്കയായിരുന്നു തുടക്കത്തിലൊക്കെ തന്നെ ഇതിലുണ്ടായിരുന്നത്. കുറ്റകരമായ ഒരു അനാസ്ഥ കുടുംബം അത് വളരെ വിശദമായി തുടക്കത്തിലുണ്ടായ വീഴ്ചകളെ പറ്റി കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ 9 ദിവസമായി ഒരു വലിയ ഒരു പ്രതീക്ഷയോടെ തന്നെ കുടുംബം കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെ കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അർജുന. ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ്. കുടുംബത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമുക്ക് ആ അമ്മയുടെയും അച്ഛന്റെയും എല്ലാം തന്നെ വാക്കുകൾ അത്രത്തോളം വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണ്. മകന്റെ കാത്തിരിപ്പിനായി അച്ഛനും അമ്മയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 9 ദിവസമായി തുടക്കത്തിലുണ്ടായ ആ കുറ്റകരമായ അനാസ്ഥ, അല്ലെങ്കിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്ന
ഈ ഒരു ഊർജിതമായ പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടത്തിയിരുന്നുവെങ്കിൽ എത്രയോ രീതിയിലേക്ക് അല്ലെങ്കിൽ എത്രയോ ആശ്വാസകരമായ വാർത്ത കൂടി ഇവിടെ നിന്നും നൽകാൻ കഴിയുന്നതിലും മുങ്ങൽ വിദഗ്ധർക്ക് നദിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത്ര വലിയ ഒഴുക്കും അത്ര വലിയ ഒരു മഴയും ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു നിർഭാഗ്യകരമായ വാർത്ത കൂടി നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കേണ്ടി വരുന്നു. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള മഴ ഈ പ്രദേശത്ത് ഒന്നാകെ ഉണ്ടാകുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഈ ഒരു പ്രദേശത്തെ കാലാവസ്ഥയും അങ്ങനെയാണ്. അതിശക്തമായ കാറ്റ്, അതിശക്തമായ മഴ, അത് പ്രവചിക്കുന്നതിനപ്പുറത്തേക്കാണ് ഇവിടേക്ക് എത്തുക. എന്തായാലും തിരച്ചിൽ ലക്ഷ്യത്തിന് അരികെ എത്തി നിൽക്കുന്നു. ഈ മഴ ഒരു കനത്ത വെല്ലുവിളിയായി നിൽക്കുമ്പോഴും എത്രയും വേഗം ലോറി പുറത്തേക്ക് അല്ലെങ്കിൽ അർജുന്റെ ലോറി പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് നടത്തുന്നു. MLA യും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും എല്ലാം തന്നെ സ്ഥലത്തുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ സ്ഥലത്ത് എത്തി കൃത്യമായ അവലോകനങ്ങളൊക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നു. വിവിധ സേനാ വിഭാഗങ്ങൾ കൃത്യമായ പരിശോധനകളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ലക്ഷ്യത്തിനരികിലേക്ക് ദൗത്യ സംഘം എത്തിയിരിക്കുകയാണ്. 9ാം നാൾ വൈകിട്ടോടെയാണ് ഈ ദൗത്യ സംഘം ഇവിടേക്ക് ഈ ഒരു അർജുന്റെ ട്രക്കിന് അടുത്തേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇവിടെ നിന്നും നമുക്ക് പങ്കുവെക്കാനും കഴിയുന്നത്. പല വിധത്തിലുള്ള സാധ്യതകൾ കഴിഞ്ഞ 2 ദിവസമായി ഇവ തേടുകയായിരുന്നു. അതിനു തന്നെയാണ് നേവിയുടെ അടക്കം കൃത്യമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധനകൾ ഈ മേഖലയിൽ നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ പരിശോധനകൾക്ക് ഒടുവിലാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കനത്ത വെല്ലുവിളിയായി തന്നെ മഴ ഇവിടെ തുടരുകയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയായി നിൽക്കുന്നത്. എന്തായാലും രാത്രിയിലും രക്ഷാദൗത്യം തുടരും എന്ന് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും സ്കൂബ ടീം അടക്കം ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും അർജുന്റെ ലോറിക്കായുള്ള ഒരു തിരച്ചിൽ ഇവിടെ നടത്തുകയാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് കർണാടക മന്ത്രി അടക്കം ട്വീറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും ഈ കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. ട്രക്ക് അർജുന്റേത് തന്നെയുള്ള വിവരം കൃത്യമായി ജില്ലാ പോലീസ് മേധാവി സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അതിനി പുറത്തെടുക്കുക എന്നുള്ള ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ വിലങ്ങുതടിയായി കടുത്ത മഴ കൂടി നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ കാറ്റും ഈ പ്രദേശത്തൊന്നാകെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നിർണായകമായ മണിക്കൂറുകൾ ഈ 9 ദിവസമായി പ്രാർത്ഥനയോടെ ഇരുന്ന കുടുംബത്തിന് മുന്നിലേക്ക് ഏറ്റവും നിർണായകമായ നിമിഷത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഭാരത് ബെൻസ് എന്നുള്ള ലോറി തന്നെയാണ്, അർജുൻ ഓടിച്ച ലോറി തന്നെയാണ് ഇതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസും അതോടൊപ്പം തന്നെ കർണാടക സർക്കാരും എത്തിയിരിക്കുന്നു. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ നിരത്തുകയും കൃത്യമായി തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നദിയിൽ ലൊക്കേറ്റ് ചെയ്ത അർജുന്റെ ലോറി പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും